നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനൊക്കെ ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പരിപാടി റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും 1-2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് കൂടണ്ടേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു 6 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായി. അത് നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ടായിനെ. അത് ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയും കൂടി മിക്സാക്കി എടുക്കുക കേട്ടോ. ഒന്ന് വാട്ടിയെടുക്കുക. ചെറിയ രീതിയിൽ നമ്മൾ മുട്ട മൊരിയിച്ചെടുക്കുമല്ലോ, അങ്ങനെ മാത്രം മതി കേട്ടോ, ഒരുപാട് മൊരിയാനും പാടില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സെയിം പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3-4 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. പിന്നെ 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. പിന്നെ ഒരു 7-8 മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്ലിറ്റഡ് അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികമായിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആകുന്നവരെ വാടി വരുമൊന്നും വേണ്ട, ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. കാരണം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുന്ന ഒരു പേസ്റ്റാക്കി മാറ്റിയെടുക്കും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്കൊന്ന് വാടിക്കിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 1/4 ടു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ, പക്ഷേ അത് 2-3 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കുഞ്ഞു പീസ് അളവിൽ പട്ടയും ഒരു ചെറിയ ഗ്രാമ്പും ഒരു ചെറിയ ടൈപ്പ് ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി വെച്ചില്ല, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ്, ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ. ആ മിക്സ് മൊത്തത്തിൽ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കൂടി, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം നമ്മളിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 1 കപ്പ് രണ്ടാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അരമുറി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിൽ 1 കപ്പ് 2-ാം പാലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സവാളയിലൊക്കെ ഇട്ടതാണ്, എന്നാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ നല്ലപോലെ ഈ ഒരു രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവേ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല കട്ടിയുള്ള 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 1/3 കപ്പ് അളവിൽ, അതായത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലായിട്ട് ആ ഒരു അളവിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇനിയിപ്പോൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് സമയം തിളക്കാൻ വെക്കരുത്. ഇത് കണ്ടില്ല, ചുറ്റുന്ന ഓരോ ബബിൾസ് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ കാസ്റ്റ് ആൻഡ് പോട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓഫാക്കുക കേട്ടോ, കാരണം ഒരുപാട് ചൂടായിട്ട് നിൽക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. ലാസ്റ്റ് ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും ചെറിയുള്ളി വറുത്തിട്ട് അങ്ങനെയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, ഒട്ടും തന്നെ നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ഒന്നൊരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഡിന്നറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലി അങ്ങ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്